കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, നല്ല സന്തോഷമായി. ഇന്ന് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇന്ന് ഉച്ചപൂജ, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ. ഉച്ചപൂജ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത് നമ്മളെ പൊട്ടക്കുഴി ഭവതാസ്വദിക്കനാണ്. നല്ല രസമായിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണനല്ല കേട്ടോ, ഇന്ന് ആ കലപ്പയൊക്കെ കയ്യിലുള്ള ബലരാമനായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. ഇന്ന് ഏട്ടനായിട്ടാണല്ലോ ചാർത്തിയിട്ടുള്ളത്. നല്ല രസമായിട്ട് ചാർത്തിയിരിക്കുന്നു. ആ തോളത്ത് കലപ്പയൊക്കെ വെച്ചിട്ട് ഘനഗാംഭീര്യത്തിലാണ് ആൾ നിൽക്കുന്നത്. ആ ഏട്ടൻ്റെ ആ ഒരു എന്താ പറയുക, ഞാൻ ഏട്ടനാണ് എന്നുള്ള ആ ഒരു നിലയിൽ ആണ് നിൽക്കുന്നത് പൊന്നുണ്ണിക്കണ്ണൻ. വളരെ രസകരമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ കലപ്പയൊക്കെ നല്ല കളഭം കൊണ്ട് തന്നെ ചാർത്തിയിട്ടുണ്ട്. ആ പട്ട് ഉടുത്തിട്ടുണ്ട്. കാൽത്തളകളുണ്ട്, കൈകളുണ്ട്, കിരീടമുണ്ട്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ കയ്യിൻ്റെ മുകളിലൊക്കെ ആ കെട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്താ രസം എന്നറിയോ, കൗതുകകരമായിട്ടുള്ള ആ ബലരാമസ്വാമിയാണെന്ന് നിൽക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല ചാർത്തലാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ നല്ല ആ ഒരു ഉണ്ടമാല, 2 ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമര കൊണ്ടും തുളസിയും കൂടി ഉള്ളതും, പിന്നെ ഒരു വെള്ളപ്പൂവും തുളസിയും കൂടിയിട്ടും നല്ല രസമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്ന് പകുതി മുക്കാലിക്ക് വരെയുണ്ട്, ഒന്ന് നല്ല താഴത്ത് ഇങ്ങനെ കിടക്കണം. പക്ഷെ അതിലൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ ഈ കലപ്പ പിടിച്ചിട്ട് ആ നിൽക്കുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ. ആ ഭാവം എന്താ പറയുക, ഞാൻ നിങ്ങളെയൊക്കെ ഏട്ടനാണ്. ഏട്ടൻ, ആ ബലരാമൻ ഏട്ടനാണ് കേട്ടോ. ആ ഒരു ഭാവത്തിലാണെന്ന് നിൽക്കുന്നത്. വളരെ ഗേമായിട്ട് അതിങ്ങനെ വരച്ചിട്ടുമുണ്ട്. അത് നല്ല രസമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇന്ന് വരുന്ന ഭക്തരോടൊക്കെ ഞാൻ ഏട്ടനാണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചൊക്കെ എന്നോട് പറഞ്ഞോളൂ എന്നുള്ള ആ ഇതിലാണ്. ഞാൻ എല്ലാം അറിയണമുണ്ട് എന്ന് പറയുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ കവണെടുത്തിട്ടാണ് നിന്നിരുന്നത്. ഇന്നലെ കവണെടുത്തിട്ട് അനിയൻ എറിയാൻ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ കലപ്പയായിട്ട് ഏട്ടൻ ആയിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. വളരെ കേമായിട്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ശ്രവിക്കുന്നവരൊക്കെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. കൂടെ പോകുന്നോളൂ. ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തി നമ്മളിപ്പോൾ പിന്നെ വാതിൽ കിടക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് തൊഴാം. അങ്ങനെ ആ പൂന്താനം ഇരുന്ന സ്ഥലത്തേക്ക് നോക്കുന്നു. അപ്പുറത്ത് കോവിലിൻ്റെ അവിടേക്ക് നോക്കുന്നു. അപ്പോൾ ഇറങ്ങുമ്പോൾ ആ ഗുരുവായൂരപ്പനെ ഒന്ന് നോക്കുന്നു. അപ്പോഴാണ് നമുക്കിങ്ങനെ അത് തോന്നുന്നത്, ആരാണെന്നുള്ള ഒരു രൂപം ഏകദേശം കിട്ടണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം നിൽക്കാനുള്ള ഒരു കാഴ്ച ഉണ്ട്. ആ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ആ സോപാനപ്പടിയിലെത്തുകയാണ്. സോപാനപ്പടിയിലെത്തുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ള ഒരു അവസരം കിട്ടുകയാണെന്ന്. ചൊവ്വാഴ്ചയാകുമ്പോൾ വളരെ കുറവാണ് തിരക്ക്. അപ്പോൾ അതിൻ്റെ എന്തായാലും നന്നായിട്ടുണ്ട്. നന്നായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണുകയാണ്. ആ നെയ്വിളക്കിൻ്റെ, ആ സ്വർണ്ണ വിളക്കിൻ്റെ ആ രൂപത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. വളരെ കേമായിട്ടങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുന്നു, ആ ബലരാമസ്വാമീനെ കാണുന്നു. ആ ബലരാമസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പൊന്നുണ്ണിക്കണ്ണനോട് പറയുകയാണ്. എന്താണോ നമ്മളെ ബുദ്ധിമുട്ട് അതൊക്കെ പറയണു. സന്തോഷവും സന്താപവും ഒക്കെ ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ്. കാരണം ശരീരം മാത്രമല്ലേ നമ്മളെ പുറത്തൊക്കെ ഉള്ളൂ, മനസ്സുകൊണ്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാമല്ലോ. അപ്പോൾ മനസ്സ് സഞ്ചരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്കാണ്. ഇന്ന് എൻ്റെ കൂടെ വരുന്നവരെല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇപ്പോൾ നിന്ന് കാണുകയാണ് കേട്ടോ. ആ കാണുന്ന ആ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മനസ്സിലാണ് അങ്ങോട്ട് നിരീക്കുക. അപ്പോൾ അതങ്ങോട്ട് ആവുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ ബലരാമസ്വാമി ആയിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുക, തൊഴുതോളുക. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.